السلام عليكم ورحمة الله. أهلا بكم أعزائي الطلبة. സെമസ്റ്റർ 1 അറബിക് സിൻടാക്സിൽ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിനി പഠിക്കാൻ പോകുന്നത് അറബിക് സിൻടാക്സിലെ യൂണിറ്റ് സെക്കൻഡിൽ നിന്നുള്ള കുറച്ച് അധ്യായങ്ങളാണ്. ഇവിടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് അൽ ഫഅലു വ തഖ്സിമുഹു മിൻ ഹൈസു സമാൻ മിനൽ മാളി വൽ മുളാരി വൽ അംർ. ഫഅലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതൊക്കെ. പിന്നെ ഒരു MA ലെവലിൽ പഠിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് എന്തിനാ ഇതിൽ ഉൾപ്പെടുത്തിയെന്നറിയില്ല. പക്ഷെ ഇവിടെ ആ ഒരു രൂപത്തിൽ തക്സീം അല്ല നമ്മുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വേറെ വിഷയങ്ങളാണ്. പിന്നെ തക്സീമുൽ ഫഅലിലെ മാലൂം വൽ മജ്ഹൂൽ അതേപോലെ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഫഅൽ മജ്ഹൂൽ, ഫഅൽ മാറൂഫ്, ഈ കാര്യങ്ങൾ, നായിബ് ഫായിൽ എന്താണ്, ഇതൊക്കെ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഫഅലിനെ സുലാസി, റുബായി എന്നുള്ള ക്ലാസിഫിക്കേഷൻ, പിന്നെ സഹീഹുല്ല, പിന്നെ മുഅത്തലായിട്ടുള്ള ഫഅലുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ വിഷയം വരുന്നത് അൽ അഫ്ആൽ. അഫ്ആലിലെ ഫിഅൽ മാളി, ഫസ്റ്റ് ടെൻസ്. അപ്പൊ ഫിഅൽ മാളി എന്ന് പറയുമ്പോൾ ഇവിടെ മാളിയായ ഫിഅൽ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ചെറിയ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള വിശദീകരണവും ഇതിൽ പഠിക്കാനുള്ള കായികയും രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ടെക്സ്റ്റിൽ പൊതുവേ ഉള്ള കുറെ മിസ്റ്റേക്കുകളിൽ ഒന്നായിട്ട് അത് കൂട്ടിയാൽ മതി. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും ഒരു ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ബിന അഹ്വാലു ബിന അൽ ഫഅലി, അഹ്വാലു ബിന അൽ ഫഅലി അൽ മാദി, ഇതാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ മാദിയായ ഫഅലിന്റെ അതിന്റെ ബിനാഇന്റെ അവസ്ഥകൾ, അതായത് പിന്നെ മബിനിയായ ഒരു മാദിയായ ഫഅൽ മബിനിയാണ്. അപ്പൊ മബിനിയാകുന്ന സമയത്ത് ഇത് എങ്ങനെയൊക്കെ ഏതെല്ലാം രൂപത്തിലാണ് അത് മബിനിയാവുക എന്നതൊക്കെയാണ്. അപ്പൊ അതാണ് ഇവിടെ പിന്നെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ പഠിക്കേണ്ട ഒരു പോയിന്റ്. അത് ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഉദാഹരണം തന്നിട്ട് അത് ഞാൻ ഉദാഹരണം എന്ന് പറയാൻ എന്നിട്ട് ലഇബൽ വലത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഉദാഹരണങ്ങളിലെ ഫെയിലുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഫെയിലുകളിൽ നമുക്കിവിടെ ലഇബൽ ഫേലു, ലഇബൽ വലതു കുട്ടി കളിച്ചു, ലഇബത്തിൽ ബിന്തു പെൺകുട്ടി കളിച്ചു, അൽ ഔലാദു ലഇബു, ലഇബ്തു ബിൽ കുറത്തി, ലഇബ്ത ഫിൽ മൈദാനി അംസി, ലഇബ്ന ഫിൽ മൈദാനി ഫി മൈദാനിൽ മദ്രസ, അൽ ബനാതു ലഇബ്ന. അപ്പൊ മാലിയായ ഫേലിന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോ മാലിയായ ഫേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാലിയായ ഒരു സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫേലിനാണ് മാലിയായ ഫേൽ. അപ്പൊ ഇവിടെ അതിന്റെ മുഅറബ് മബ്നികളെ ഡിസ്കസ് ചെയ്യുമ്പോൾ, മുഅറബ് എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ അതിന്റെ ഇറാബിന്റെ പൊസിഷൻ അനുസരിച്ച് മാറ്റങ്ങൾ സ്വീകരിക്കുന്ന കലിമത്തുകൾക്കാണ് മുഅറബ് എന്ന് പറയുക. അത് ഫഅലിലും ഉണ്ടാവും, ഇസ്മിലും ഉണ്ടാവും. അതുപോലെ മബ്നി എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് ഒരേപോലെ നിലനിൽക്കുന്ന, ചേഞ്ചസ് ഒന്നും സ്വീകരിക്കാത്ത കലിമത്തുകൾക്കാണ് മബ്നി എന്ന് പറയുക. ആ മബ്നിയായ കലിമത്തുകളിൽ പിന്നെ എന്തൊക്കെയാണ്, ഫഅലുകളുണ്ട്, ഹർഫുകളുണ്ട്. എല്ലാ ഹർഫുകളും മബ്നിയാണ്. മാദിയായ ഫഅലുകൾ മുഴുവനും മബ്നിയാണ്. അമ്ര ഫഅൽ മുഴുവനും മബ്നിയാണ്. പിന്നെ ചില ഇസ്മുകൾ മബ്നിയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അപ്പൊ നമ്മൾ ഇനി പഠിക്കേണ്ടത് മബ്നി എന്ന് പറയുമ്പോൾ നമ്മള് നമ്മൾ സാധാരണ ഇറാബ് പറയുമ്പോൾ ഇപ്പൊ ജാഅ വലതുൻ എന്ന് പറയുമ്പോൾ ഇവിടെ റഫാണ്. റഅയ്തു വലദൻ, അവിടെ നസ്ബാണ്. അലൽ വലതി എന്ന് പറയുമ്പോൾ അവിടെ ജറാണ്. അപ്പോ വലത് എന്നുള്ള ഒരു ഇസ്മിന് 3 ഇറാബുകൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. വലത് റഫായിട്ട് വരുന്നുണ്ട്, നസ്ബായിട്ട്. നമ്മൾ അതിനെ ആ ഇറാബിന്റെ ചേഞ്ചസ് നമ്മൾ റഫ്, നസ്ബ്, ജസ്മ് അല്ലെങ്കിൽ പിന്നെ ജറ് എന്നൊക്കെ രൂപത്തിലാണ് നമ്മൾ അതിനെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ മബ്നി ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് പറയാം, അതിന് അഹ്വാലുൽ ബിന എന്നാണ് പറയാം. അഹ്വാലുൽ ബിന ഏതൊക്കെയാണ്? മറ്റേത് അലാമത്ത്, പിന്നെ എന്താണ് ഇറാബുകൾ, അൻവാവുൽ ഇറാബ്. ഇത് അഹ്വാലുൽ ബിന എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക? സാധാരണ നമ്മൾ പറയാറുള്ള ഹരക്കത്തുകളാണ്. ഫതഹത്ത്, അൽ കസ്റത്തു, അൽ ലമ്മത്തു, അസ്സുകൂൻ. ഇതിനാണ് അഹ്വാലുൽ ബിന എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിൽ ഏത് ഹരക്കത്താണ് എന്ന് നോക്കിയിട്ടാണ്. ഇപ്പൊ ഒരു ഫേല്
ഫെയിലാണെങ്കിൽ മബിനിയാണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താണ് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ബിനാഇന്റെ ഹാല് അത് കെസ്റാണോ ഫതഹാണോ ലമ്മാണോ സുക്കൂനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മൾ മാദിയായ ഫീൽഡിന്റെ സർഫ് പറയുന്ന സമയത്ത് നമ്മൾ ഉദാഹരണത്തിന് ഫഅല എന്നുള്ളൊരു ഫീൽ എടുക്കുന്നു. ഇത് നമ്മൾ അവസാനം കാണുന്നത് ഫതഹാണ്. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാ, മബ്നിയുൻ അലൽ ഫതഹ്. ഇവിടെ ഫതഹാണ്, മബ്നിയുൻ അലൽ ഫതഹാണ്. കാരണം എന്താ, ഫഅല എന്നുള്ള ഫീൽഡിന്റെ അവസാനം ലാമില്ല. ഫീൽഡിന്റെ അവസാനത്തെ അക്ഷരം നോക്കാം. ഫീൽഡിന്റെ അവസാനത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ ലാമാണ്. ലാമിന് എന്താ ഹർക്കത്ത്? ഫതഹാണ്. അപ്പൊ മബ്നിയുൻ അലൽ ഫതഹ്. അപ്പൊ മാദിയായ ഒരു ഫീൽഡിന്റെ 14 ഫോമുകളും ഏതൊക്കെ രൂപത്തിലാണ് മബ്നി, അതിന്റെ ഹാലകൾ എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിയാം. അപ്പൊ അത് നമ്മളൊന്ന് സർഫാക്കിയിട്ട് ഓരോ ഫീൽഡുകളും നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തേത് ഫഅല, ഫഅല എന്നാണ്. അവിടെ നമ്മള് ഫഅല, അവിടെയും അലാമിന്റെ അതിന്റെ അവസാനത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരു അലിഫ് വരുന്നുണ്ട്. ആ അലിഫിന് പറയുന്ന പേര് അലിഫുൽ ഇസ്നൈനിയാണ്. രണ്ടെണ്ണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയും പക്ഷെ ലാമിന്റെ ഹരക്കത്ത് എന്താണ്? ഫതഹാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അലൽ ഫതഹ് എന്ന് പറയാം. അപ്പൊ ഫഅല, ഫഅല എന്ന് പറയുമ്പോഴും ഫതഹാണ്. എന്നാൽ അതേ സമയത്ത് ഫഅലു, മൂന്നാമത്തെ രൂപം ഇതാണ്. ഫഅലു, ഫഅലു എന്ന് പറയുമ്പോൾ ഇവിടെ അവസാനം ലാമിന് ശേഷം വരുന്നത് വാവാണ്. അതിന് ശേഷമുള്ള അലിഫിന് പരിഗണിക്കില്ല. അത് അതിന്റെ പിന്നെ എന്താ പറയുക, എക്സ്ട്രാ വെറുതെ ഒരു ഇതിന് വികാരത്തിന് കൊടുക്കുന്ന ഒരു സാധനം. ഫഅലു, ഇവിടെ ലാമിന്റെ ഹരക്കത്ത് എന്താണ്? ലൊമ്മ് ചേരുന്ന സമയത്ത് ഫഅലു അവിടെ എന്തായി മാറുന്നുണ്ട്? സോറി, വാവ് വരുമ്പോ ലാമിന് ലൊമ്മായിട്ട് മാറുന്നുണ്ട്. ഫഅല, ഫഅല, ഫഅലു. അപ്പൊ നമ്മൾ എന്താ പറയാ? ലൊമ്മ് എന്നാണ് പറയാം. ലൊമ്മിന്റെ മേലാണ് മബ്നി. അപ്പൊ എപ്പോഴാണ് ലൊമ്മിന്റെ മേൽ മബ്നി ആയത്? വാവ് പിന്നെ ചേർന്ന് വരുന്ന സമയത്ത്. ഏതാ വാവ്? വാവിന്റെ പേര് വാവുൽ ജമാ എന്നാണ്. ജമ്മു മുദക്കറിനെ സൂചിപ്പിക്കുന്ന ഹും, അവർ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. പിന്നെ വരുന്നത് വീണ്ടും ഫഅലത്ത് എന്നാണ്. ഫഅലത്ത്, അവിടെ ലമീർ ഒന്നും ചേർന്നിട്ടില്ല. അവിടെ ഉള്ളത് പിന്നെ എന്താണ്? തഅനീസിന്റെ ഒരു താവ് വന്നിട്ടുണ്ട്. അവിടെയും അലൽ ഫതഹാണ്. ഇപ്പൊ ഫതഹിന്റെ മേൽ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ലമ്മായിട്ട് വരുന്നത് എവിടേക്കാണ്? പിന്നെ അടുത്തത് വരുന്നത് ഫഅലത, അവിടെയും ലാമിന്റെ ഹരക്കത്ത് ഫതഹ് തന്നെയാണ്. അപ്പൊ അവിടെയും നമുക്ക് എന്താ പറയാം? അലൽ ഫതഹ്. ഓക്കെ, നെക്സ്റ്റ് ഫഅൽന. ഫഅൽന നിസ്വത്തിന്റെ നൂനാണ് അവിടെ ചേർന്നിട്ടുള്ളത്. ഫഅൽന, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിസ്വത്തിന്റെ നൂന് ചേർന്നപ്പോൾ ലാമിന്റെ ഹരക്കത്ത് സുക്കൂനായി മാറി. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? അല സുക്കൂൻ എന്ന് പറയാം. അപ്പൊ ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഇവിടെയൊക്കെ ഓരോന്നും എന്തൊക്കെ ഹരക്കത്തുകളാണ് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി അതുപോലെ ബാക്കിയുള്ള ഇതും കൂടി നോക്കാം നമുക്ക്. ഫഅൽ, പിന്നെ വരുന്നത് ഫഅല, ഫഅൽത, ഫഅൽത, അവിടെ സുക്കൂന്റെ മേലാണ്, അല സുക്കൂൻ. പിന്നെ വരുന്നത് ഫഅൽതുമ, അവിടെ ലാമിന്റെ ഹർക്കത്ത് സുക്കൂനാണ്. പിന്നെ വരുന്നത് ഫഅൽതും, അവിടെയും ലാമിന്റെ ഹർക്കത്ത് സുക്കൂനാണ്. ഫഅൽതി, അവിടെയും ലാമിന്റെ ഹർക്കത്ത് സുക്കൂനാണ്. പിന്നെ വരുന്നത് ഫഅൽതുമ, പിന്നെ ഫഅൽതുന്ന, പിന്നെ ഫഅൽതു, ഫഅൽന. അപ്പൊ ഈ ഇതെല്ലാം എന്തായിട്ട് വരുന്നത്? സുക്കൂനായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ 14 ഫോമും ഡിസ്കസ് ചെയ്തു. അപ്പൊ അതില് ദമ്മിന്റെ മേലിൽ വരുന്നത്, അല്ല ഫതഹിന്റെ മേൽ വരുന്നത് ഏതൊക്കെയാ? ഫഅല, അലിഫ് തസ്നി വരുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫഅലു എന്നുള്ള ജമ്മിന്റെ വാവ് വരുന്ന സമയത്ത് ലമ്മായി മാറുന്നു. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ലാമിന്റെ ഹർക്കത്ത് എന്താന്നുള്ളതാണ്. അത് എപ്പോഴൊക്കെയാണ് മാറുന്നത്? വാവുൽ ജമാഅത്ത് വരുമ്പോൾ ലമ്മായി മാറുന്നു. നൂനുൻ നിസ്വ വരുന്ന സമയത്ത് സുക്കൂനായി മാറുന്നു. അതുപോലെ തന്നെ താ മുത്തഹരിക്കായിട്ടുള്ള താഇന്റെ ലമീറുകൾ, അങ്ങനെയാണ് അതിന് പറയാം.
എന്താണ് മുത്തഹരിക്കായ താ അൽ-ലമീർ താ ഉ അൽ-ലമീർ അൽ-മുതകല്ലിം മുതകല്ലിമിന്റെ താ, അതായത് താ തുമാ തും തിം തിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ ഫഅൽന, ജമ്മിന്റെ മുത്തക്കല്ലിമിന്റെ ഫഅൽന, നഹ്നുവിന് സമീപം അതിന് വരുന്ന ഫഅൽന, അതൊക്കെ വരുന്ന സമയത്തും സുക്കൂനാണ് വരുന്നത്. ഇതെങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് മുത്തഹരിക്കായ ലമീറുകള് ഫേലിന്റെ കൂടെ ചേർന്ന് വരുന്ന സമയത്ത് മുത്തഹരിക്കായ ലമീർ, അത് മുത്തഹരിക്ക് ഹരക്കത്ത് ലമ്മാവും കസാവത്ത് എന്തോ ആവാം. മുത്തഹരിക്കായ ലമീറുകള് ഫേലിന്റെ കൂടെ മാലിയായ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ അത് മബ്നിയുനാല സുക്കൂനായിരിക്കും. ഒന്നും ചേർന്ന് വരാത്ത സമയത്തും ഫതഹായിരിക്കും. അലിഫ് തസ്നി വരുന്ന സമയത്തും ഫതഹായിരിക്കും. വാവ് ജമാഅത്ത് വരുന്ന സമയത്ത് ലമ്മായിരിക്കും. ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കിതിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. അപ്പൊ എന്താ പറയുക, ഇത് തഅമ്മൽത ഹദീൽ അംസില തജിദ് ഫഅലൻ വാഹിദൻ യതകറർ ഇദ്ദത മററാത്തിൻ ബിഇറാബിൻ മുഖ്തലിഫ. പിന്നെ ഇത് ഞാൻ ഇതിലുള്ളതുകൊണ്ട് വായിക്കണം, പക്ഷെ ഇത് വായിക്കുന്ന സമയത്ത് ഇതിൽ കുറെ പൊട്ടത്തരങ്ങളുണ്ട്, അങ്ങനെ തന്നെ പറയണം. കാരണം പിന്നെ ഒരു ഗ്രാമറിന്റെ ടെക്സ്റ്റിൽ ശരിക്കും എന്താ പറയാ അബദ്ധങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരാൻ എന്നുള്ളത്, പ്രത്യേകിച്ചും ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവരാൻ എന്നുള്ളത് ശരിയല്ലല്ലോ. അപ്പൊ നോക്കി, ഇതാ തഅമ്മൽ തഹദീൽ അംസില, ഈ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ തജിദ് ഫഅലൻ വാഹിദ്, ഫഅലൻ വാഹിദുൻ നമുക്ക് എഴുതി, അവിടെ തന്നെ തെറ്റ്. ഫഅലൻ വാഹിദൻ, ഒരു ഫേല്. എത്തക്കറർ ഇദ്ദത്ത് മറത്ത്, പല പ്രാവശ്യം ആവർത്തിച്ചു വന്നത്. അതായത് ലൈബ എന്നുള്ള ഫേലിൽ ലൈബ, ലൈബത്ത്, ലൈബ്തു, ലൈത്ത എന്നുള്ള പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ബി ഇറാബിൻ മുഖ്തലിഫ ആണ് കൊടുത്തിട്ടുള്ളത്. ഫെയിലിൽ എങ്ങനെ ഇറാബ് ഉണ്ടാവുക? നമ്മളിപ്പോ മൊബിനിയെ കുറിച്ച്, പ്രത്യേകിച്ച് മാലിയായ ഫെയിലിനെ കുറിച്ച്, അവിടെ ബി ഇറാബ് എന്ന് പറയുന്നതേ തെറ്റാണ്. കാരണം ഒരു ഫെയിലിന് ഇറാബ് ഉണ്ടാവില്ല. എന്നിട്ട് പറയുന്ന നോക്ക്, ഹുവ കലിമത്ത് ലഅബ എന്ന കലിമത്ത് തജിദ് മറത്തൻ മർഫുഅൽ ബാ, ബാഇന് റഫാണ് അത്ര. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഏത് കണ്ടാലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് വിചാരിച്ച് അത് അതിൽ എഴുതിയത് മുഴുവൻ ശരിയാണെന്ന് വിചാരിക്കണം. തെറ്റുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും കൂടി നമുക്ക് പറ്റണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ മർഫു മാലിയായ ഫെയിലിനെ കുറിച്ച് നമ്മൾ മുലാരിയായ ഫെയിൽ ആണെങ്കിൽ ഓക്കെ, അപ്പൊ മർഫു എന്ന് പറയാം. മാലിയായ ഫെയിലിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയില്ല. അത് നമ്മൾ എന്താ പറയാ, അവിടെ മുത്തഹരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ മദ്മൂം എന്ന് പറയാം. മർഫു എന്നതിന് പകരം അവിടെ ഉപയോഗിക്കേണ്ടത് മദ്മൂമൽ ബ എന്നാണ്. മദ്മൂം അൽ ബ. അതേപോലെ തന്നെ വൽ ബാക്കി ഇമ്മ മജ്ദൂം, അവിടെയും തെറ്റാണ്. മജ്ദൂം എന്ന് ഉപയോഗിക്കാൻ പാടില്ല, മൻസൂബ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ എന്താണ് സുക്കൂൻ ഉള്ളതായിട്ട് അല്ലെങ്കിൽ മഫ്തൂഹ് എന്നൊക്കെ പറയാം. ഫതഹ കസറൊന്നും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാം. മബിനിയായിട്ടുള്ള ഫെയിലുകൾ, മബിനിയായ ഫെയിലാണെങ്കിൽ ഇസ്മാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. ഇസ്മാണെങ്കിലും അതിന് ഇറാബ് വെച്ചിട്ട് പറയില്ല. ഓക്കെ, അപ്പോ അൽ ഫെയിലുൽ മാലി യുസ്തഖ്ദമു ഫീഹി അത്താഉ തഅനീസ് അസ്സാകിന ലിതഅനീസിഹി മിസ്ലു ലഇബ്. അതേപോലെ തന്നെ മാലിയായ ഫെയിലുണ്ട് യുസ്തഖ്ദമു ഫീഹി, അതിൽ താഉ തഅനീസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ലിതഅനീസി, തഅനീസിന് വേണ്ടിയിട്ട് ലഇബത്ത്. ويستخدم تاء الفاعل للمتكلم والمخاطب والمخاطبة. താഉൽ ഫായിൽ, ഫായിലിന്റെ താ എന്ന് പറയും, അല്ലെങ്കിൽ താഉൽ അൽ മുത്തഹരിക് എന്ന് പറയും. തു, ത, അതേപോലെ തന്നെ തി എന്നൊക്കെ പറയുന്ന അത് മുത്തക്കല്ലിമിന്റെ തു ഉണ്ട്, ഫഅൽ തു, ലഇബ്തു. വൽ മുഖാത്തബ് ലഇബ്ത, ലഇബ്തുമ, ലഇബ്തും എന്നുള്ളത്. വൽ മുഖാത്തബത്തി എന്ന് പറയുമ്പോൾ സ്ത്രീയിൽ മുഅന്നസ് ആയിട്ട് ലഇബ്തി, ലഇബ്തുമ, ലഇബ്തുന്ന, ഇതൊക്കെ ലഇബ്തുൽ മുത്തക്കല്ലിം, ലഇബ്ത അൽ മുഖാത്തബ്, ലഇബ്തുൽ മുഖാത്തബത്തി, ഇതൊക്കെ എല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തഖ്ദമു വാവുൽ ജമാ, അതുപോലെ തന്നെ വാവുൽ ജമാ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ യു മുളാരിയായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഉസ്തുഖ്ദിമ എന്നാണ് പറയേണ്ടത്. ലിദ്ദലാലത്തി അല ജമിൽ ഗായിബ്, ഗായിബിന്റെ മേൽ അറിയിക്കുന്ന ലൈബു എന്ന വാക്ക് ഉപയോഗിക്കും. ന അദ്ദാലത്തി അലൽ ഫായിൽ, ഫായിലിന്റെ മേൽ അറിയിക്കുന്ന ന എന്ന ദമീറുണ്ട്, ഇത് മുത്തക്കല്ലിമിന്റെ മേൽ അറിയിക്കുന്ന അല ജമുൽ മുത്തക്കല്ലിം. ഓക്കെ, ഇത്രേ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് യകൂനു അൽ ഫഅലു മാലിയൻ, ഒരു ഫെയില് മാലിയാവും ഇത് ദല്ല അല ഹുസൂലി അമലിൻ ഫീ സമനിൽ മാലി. ഒരു ഫെയില് അതിന്റെ അമല് ഒരു മാലിയായ സമയത്ത്, അതായത് ഫെയിലിന്റെ ഡെഫിനേഷനിൽ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം, അതൊരു ഹാസും ബിസ് സമൻ, ഏതെങ്കിലും ഇഹ്ദ അൽ അദ്മിന സലാസ, ഏതെങ്കിലും മൂന്ന് കാലവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ മാലി എന്ന് പറയുമ്പോൾ കലിമത്തുൻ തദുല്ലു അല ഹുദൂസി അമലിൻ ഫി സമനിൽ മാലി, മാലിയായ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ അറിയിക്കുന്ന വാക്കുകൾക്ക് ഫെയില് മാലി എന്ന് പറയും. അത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം. പിന്നെ പറയുന്നത് ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ്. യുബ്ന അൽ ഫഅലുൽ മാലി, മാലിയായ ഫെയില് മബ്നിയാക്കപ്പെടും അലൽ ദമ്മി, ദമ്മിന്റെ മേൽ. ഇദത്തസലത്ത് ബിഹി വാവുൽ ജമാ, വാവുൽ ജമാഅത്ത്, അതായത് ലഇബു, കതബു, റഹിമു എന്നൊക്കെ പറയും.
ويبنى على السكون سكون മേൽ മബ്നിയാവും إذا اتصلت به تاء المتحركة മുത്തഹരിക്കായ താ മുത്തഹരിക്കായ താ ഔ നൂനു നിസ്വ അല്ലെങ്കിൽ നിസ്വത്തിന്റെ നൂന് ഔ ന അദ്ദാലത്ത് അലൽ ഫായിൽ ഫായിലിന്റെ മേൽ അറിയിക്കുന്ന നാ ഫായിലിന നഹ്നു എന്നുള്ളതിന് പകരം വരുന്ന നാ എന്നുള്ള മീർ. അപ്പൊ നാ എന്നുള്ള മീറോ നിസ്വത്തിന്റെ നൂനോ മുത്തഹരിക്കായ താകളോ ചേരുമ്പോഴൊക്കെ സുക്കൂൻ ആയിരിക്കും. അപ്പൊ യുബന അലൽ ഫത്തഹി ഫത്തഹിന്റെ മേൽ മബിനിയാവും ഫിമ അദാലിക്ക ബാക്കിയുള്ള അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊന്നും ചേരാതെ ഫായല, പിന്നെ അലിഫ് തസ്നി വരുന്ന ഫായല, പിന്നെ പിന്നെ തഅനീസിന്റെ മുഅന്നസിന്റെ ഫായലത്ത്, അതിന്റെ അലിഫ് തഅനീസ് വരുന്ന ഫായലത്ത എന്ന് വരുന്ന. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി. അപ്പൊ മാദിയായ ഫെയിലിൽ എപ്പോഴൊക്കെ ഏതൊക്കെ അവസരങ്ങളിലാണ് സുക്കൂന്റെ മേൽ മബിനിയാവുക, എപ്പോഴാണ് ലൊമ്മിന്റെ മേൽ മബിനിയ, എപ്പോഴാണ് ഫത്തഹിന്റെ മേൽ മബിനിയ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അവിടെ പറഞ്ഞ പോലെ ഫെയില് മാദിയായ ഫെയിലിനെ കുറിച്ച് ഏറാബിന്റെ ആ ഒരു ലാംഗ്വേജിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ മാദിയായ ഫെയിലിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹ്വാല് ബിന അൽ ഫെയിൽ മാദി എന്നാണ് ഈ ഒരു ചാപ്റ്ററിന് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചാപ്റ്ററും അങ്ങനെ തന്നെയാണ്. നമുക്ക് അതും കൂടി ഒരു ഇതിൽ ഡിസ്കസ് ചെയ്ത് പോവാം, കാരണം ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു വിഷയങ്ങളാണ്. ഇനി ഇതേപോലെ അൽ ഫഅലു അൽ ഫഅലുൽ മുലാരി വഇറാബുഹു, മുലാരി ആയ ഫെയിലും അതിന്റെ ഇറാബും. ശരിക്കും ഇവിടെയും ഹെഡിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം മുലാരിയ ഫെയിലിന്റെ ഇറാബിനെ കുറിച്ചല്ല ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് മുലാരിയ ഫെയിലിന്റെ മബിനിയാകുന്ന അവസ്ഥയിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഫോക്കസ് ഏരിയ അതിന്റെ ബിനാന്റെ കാര്യം. കാരണം തൊട്ട് മുമ്പുള്ളത് അങ്ങനെയാണല്ലോ. കാരണം ഇറാബിൻ്റെത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എപ്പോഴാണ് ഇപ്പൊ ഇവിടെ ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങള്, മുലാരിയായ ഒരു ഫേല് അത് ചില സമയങ്ങളിൽ മർഫുവായിട്ട് വരും, ചില സമയത്ത് മൻസുബായിട്ട് വരും, ചില സമയത്ത് മജ്സൂമായിട്ട് വരും എന്ന് പറയാൻ മുലാരിയ ഫേലിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മുലാരിയ ഫേലിന്റെ മുഅ്ലമ് ആയിട്ടുള്ള സീഗകളും അതായത് ഫോമുകളും എന്താണ്, അഫ്ആലു അൽ മുലാരിയ മുറബ. അതേ സമയത്ത് കുറച്ച് ഫെയിലുകൾ എന്ന് പറയുന്നത് കുറച്ച് ഫോമുകൾ ഏതാണ്, മബ്നിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മബ്നി എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരില്ല. അതിലൊന്നാണ് നിസ്വത്തിന്റെ നൂന് വരുന്നത്. മുലാരിയ ഫെയിൽ പറയുമ്പോൾ നമ്മൾ എഫ് അലു, പിന്നെ എഫ് അലാനി, എഫ് അലൂന, നമ്മളിങ്ങനെ മുഴുവൻ 14 രൂപം നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, പിന്നെ തഫ് അലു, തഫ് അലാനി, എഫ് അൽന. ഈ എഫ് അൽന എന്നുള്ളത് ഇത് മബ്നിയാണ്. കാരണം നിസ്വത്തിന്റെ നൂന് വരുന്ന അത് മബ്നിയാണ്. ബാക്കി ഇപ്പൊ ഇതുവരെ പറഞ്ഞ 5 എന്താണ്, മൗറബാണ്. അപ്പൊ 6ാമത്തത് മബ്നിയാണ്. ഇനി വീണ്ടും തഫ് അലു, ഇത് മൗറബാണ്. തഫ് അലാനി, ഇത് മൗറബാണ്. തഫ് അലൂന, ഇത് മൗറബാണ്. തഫ് അലീന, ഇത് മൗറബാണ്. തഫ് അലാനി, ഇത് മൗറബാണ്. തഫ് അൽന, ഇത് മബ്നിയാണ്. അപ്പൊ 6ാമത്തെ കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ അടുത്ത 12ാമത്തതും മബ്നിയാണ്. ഇനി അഫ്അലു, നഫ്അലു, ഇത് മൂറബ. അപ്പോൾ ഈ 14 ഫോമിൽ 2 മാത്രമാണ് സാധാരണഗതിയിൽ മബ്നിയായിട്ട് വരിക. പിന്നെ മബ്നിയായിട്ട് വരുന്ന 2 ഫോമുകൾ എന്ന് പറയുന്നത്, പിന്നെ വരുന്നത് തഅക്കീദിന്റെ നൂന് ഇദത്തസല ബിഹി. പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതാ തസല ബിഹി നൂനു തൗക്കീദിന്റെ നൂന്, അത് തഖീലുണ്ട്, നൂനു തഖീല അൽ ഖഫീഫ ആയിട്ടുള്ള നൂനുണ്ട്, പിന്നെ അതേപോലെ തന്നെ തഖീലയായ നൂനുണ്ട്. ഈ 2 നൂനിൽ ഏത് വന്നാലും അത് മബ്നിയായിരിക്കും. അപ്പൊ മബ്നി 2 അവസരങ്ങളിലാണ്. ഒന്ന് നൂന് നിസ്വ് വരുമ്പോൾ, മറ്റേ തൗക്കീദിന്റെ നൂന്. അപ്പൊ ഇവിടെ പഠിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ മബ്നിയായി വരുന്ന സമയത്ത് അതിന്റെ അഹ്വാൽ എന്തായിരിക്കും, അത് ഏത് ഹർക്കത്തിന്റെ മേലാണ് മബ്നിയാവുക.
അതാണ് ഇവിടെ നമ്മൾ അധികമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എഫ് അലു. സാധാരണഗതിയിൽ അത് മർഫു ആയിരിക്കും. അതായത് തൊട്ട് മുമ്പിൽ അലാമത്തുകളൊന്നും ജസ്മിന്റെയോ നസ്ബിന്റെയോ അടയാളങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മുതാരിയ ഫീൽ റഫ് ആയിരിക്കും. പിന്നെ വരുന്ന എഫ് അലാനി, എഫ് അലൂന, പിന്നെ തഫ് അലാനി, അതേപോലെ തന്നെ ഈ തഫ് അലാനി, അതായത് ഓക്കെ, അത് നമ്മളിവിടെ അഫ്ആലുൽ ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. എഫ് അലാനി, എഫ് അലൂന, പിന്നെ തഫ് അലാനി, തഫ് അലീന, തഫ് അലൂന. ഈ വാക്കുകളൊക്കെ എന്താണ്? അസ്മാൽ ഹംസ എന്ന് പറഞ്ഞാൽ അതിന് അസ്മാല്ല അഫ്ആലുൽ ഹംസ. അതിന്റെ ഇറാബുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ പറയുന്നത് ഇപ്പോ എഫ് എഫ് അലു എന്നത് റഫാണ്. അതിൽ ലെന്ന് വരുന്ന സമയത്ത് ലം എഫ് അല എന്ന് വരും. ലം വരുന്ന സമയത്ത് എഫ് അൽ എന്ന് ജസ്മാകും. ഇതാണ് ഇറാബ്. മൂന്ന് ഇറാബുകൾ വരിക. ഒന്ന് റഫ്, ഒന്നെങ്കിൽ പിന്നെ നെസ്ബിന്റെ അദാത്തുകൾ ഏതെങ്കിലാണെങ്കിൽ നെസ്ബായിട്ട് വരും. ലം എഫ് അൽ. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഈ ഇറാബ് ഇങ്ങനെ മുലാരി ആയ ഫീല് സ്വീകരിക്കാറുണ്ട്. പക്ഷേ നിസ്ബത്തിന്റെ നൂണാണെങ്കിൽ എന്തേ വരുള്ളൂ? എഫ് അൽന, എഫ് അൽന എന്ന് വരും. ലം ആണെങ്കിലോ ലം എഫ് അൽന. ലെൻ ആണെങ്കിലോ ലൈ എഫ് അൽ ന. ഒരു മാറ്റവും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. എഫ് അൽ ലം ഉണ്ട് കേട്ടോ. ലം വേണ്ട, ലം സോറി, ഇവിടെ എഫ് അൽന. എഫ് അൽന, ലം എഫ് അൽന, ലൈ എഫ് അൽന. എല്ലായിടത്തും ഒരേ പോലെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. ലം വരുമ്പോഴും എഫ് അല്ല, ലെന്ന് വരുമ്പോഴും എഫ് അല്ല. അതാണ് അതിന് മബ്നി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എഫ് അല്ല എന്നുള്ളതിന്റെ ലാമിന്റെ, നേരത്തെ മാതിരി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലാമിന്റെ ഹരക്കത്ത് എന്താണ്? നിസ്വത്തിന്റെ നൂനോട് വരുന്ന സമയത്ത് നമുക്ക് അതിന് മബ്നിയുൻ അല സുക്കൂൻ എന്ന് പറയാം. അവിടെ സുക്കൂൻ ആയിരിക്കും ലാമിന്റെ. അത് ലമ്മ് വരുമ്പോൾ, അത് നമ്മള് മബ്നി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആമിലുകൾ മാറുമ്പോൾ, ആമിൽ ഇവിടെ എന്താണ്? ജസ്മ് ചെയ്യുന്ന അദാത്ത് വന്നിട്ടുണ്ട്, നെസ്ബ് ചെയ്യുന്ന അദാത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ആ ഫേലിന് മാറ്റൊന്നും വരുന്നില്ല. അതുകൊണ്ട് അതിന് മബ്നി എന്ന് പറയും. ഇപ്പൊ മബ്നിയെ ഏത് അവസ്ഥയിലാണ്? അത് സുക്കൂനിന്റെ മേലാണ്. അതാണ് ഹാലത്തുൽ ബിന എന്ന് പറയുന്നത്. മബ്നിന്റെ അവസ്ഥ എന്നാണ് അതിന് പറയുന്നത്. ഹാലത്തുൽ ബിന സുക്കൂനിന്റെ മേലാണ്. ഓക്കെ, ഇനി നമ്മള് എന്നാല് സാധാരണ മുതാരിയ ഫേല് എഫ്അലു. നമ്മള് എഫ്അലു പറഞ്ഞു. ഇതിൽ തൗക്കീദിന്റെ നൂറാണ്. അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ ആദ്യം ഒരു ലാം ഉണ്ടാവും. ലൈ എഫ് ലൻ ന. ഈ ലഫ് അൽ എന്നുള്ളത് എല്ലാ സമയത്തും ലാമിന് എന്തായിരിക്കും? ആ ഫതഹ ആയിരിക്കും. അതിന് ലെന്നാണെങ്കിലും ലൈ എഫ് ലെന്ന, അല്ലെങ്കിൽ ഹഫീഫായിട്ട് പറയുകയാണെങ്കിൽ അതിനെങ്ങനെ പറയാം? ലൈ എഫ് ലൻ. ഹഫീഫ എന്ന് പറയുമ്പോൾ തൗക്കീദ്, നൂന് തൗക്കീദ് ഉണ്ടാവില്ല, ഷദ്ദ ഉണ്ടാവില്ല. അതിനാണ് ഹഫീഫ് എന്ന് പറയുന്നത്. അപ്പൊ ലൈ എഫ് അലൻ. ലം ആണെങ്കിലും തന്നെ ലം എഫ് ലന്ന, ലം എഫ് ലൻ. എങ്ങനെയാണ് വരിക? അതിന്റെ അർത്ഥം എന്താണ്? അത് തൗക്കീദാണ്. അവിടെ എന്താണ് വരേണ്ടത്? ഫതഹിന്റെ മേലാണ് മബ്നി. ലാമിന്റെ ഹരക്കത്ത് എന്താ നോക്ക്? ഫതഹല്ലേ? അതായത് ഫതഹിന്റെ മേൽ മബ്നിയാണെന്നാണ്. ഇപ്പൊ മുലാരിയ ഫേല് തൗക്കീദിന്റെ നൂന് ചേർന്ന് വരുന്ന സമയത്ത് അത് പിന്നെന്താണ്? മബ്നിയുൻ അലൽ ഫതഹ ആണ് വരും. ഇവിടെ ചേർന്ന് ഈ തൗക്കീദിന്റെ നൂന് വരുമ്പോ മബ്നി ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഇത്തിസാൽ മുബാഷിർ ആയിരിക്കണം. ഇത്തിസാൽ മുബാഷിർ എന്ന് പറയും. മുബാഷിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡയറക്റ്റ് ചേരണം. അതായത് ആ ഫീൽഡിനോട് ഡയറക്റ്റ് ചേരണം. ഇപ്പോ നമ്മള് എഫ് അലാനി എടുക്കുക. എഫ് ലാനി. ഈ ഫെയിലിന്റെ കൂടെ തക്കീത് വരുന്ന സമയത്ത് എങ്ങനെ വരിക? ല എഫ് അലാനി. ഇവിടെ നൂനോട് ഫെയിലിനോട് നേരെ ചേർന്നില്ല. കാരണം അതിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു അലിഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലഫ് ലുന്ന.
ഈ ലെഫ് അലുന്ന എന്നുള്ളിടത്ത് ശരിക്കും എന്താ വരുന്നത്? ഒരു വാവ് അതിന്റെ ഇടയിലുണ്ട്. ആ വാവിനവിടെ പിന്നെ ചില കാരണങ്ങളാൽ കളഞ്ഞിട്ടാണ് ലെഫ് അലുന്ന എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി അവിടെ പരിഗണിക്കാനുണ്ട്. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കടന്ന് കോംപ്ലിക്കേഷൻ ആക്കണ്ട. നോക്കാം. അപ്പൊ ഇവിടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ നോക്കുന്നത്? അല്ലെ, എർക്കബു അലിയുൻ അൽബാസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകള് എർക്കബു, എർക്കബു അലിയുൻ അൽബാസ്, ലൻ എർക്കബ അലിയുൻ അൽബാസ്, ലം എർക്കബ്. ഉണ്ടോ? എർക്കബു, എർക്കബ, എർക്കബ്. എന്നാൽ അടുത്ത നോക്കില്ല, അർക്കബന്ന, അലാ തർക്കബൻ, അലാ തർക്കബൻ, നീ കയറുന്നില്ലേ. അൽ ബനാത്തു യർക്കബ്ന, യാ ബനാത്ത് അലാ തർക്കബ്ന. ഇവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ തൗക്കീദിന്റെ നൂന വന്നിട്ടുള്ളത്, മൂന്നാമത്തെ ഉദാഹരണത്തിൽ നിസ്വത്തിന്റെ നൂന വന്നിട്ടുണ്ട്. ഫസ്റ്റിലെ മൂന്ന് ഉദാഹരണങ്ങളിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചേർന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മൂന്ന് ഉദാഹരണങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ദറസ്ത ഫി അസ്സുഫൂഫ് അൽ ഇബ്തിദാഇയ്യ, ഐനല്ല ഹംസൻ. അൽ അദാത്ത് അല്ലത്തി തൻസിബുൽ ഫിഅൽ മുളാരി, മുളാരിയ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന അദാത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അന്നുണ്ട്, ലെൻ ഉണ്ട്, പിന്നെ അൻ, ലൻ, കൈ, ഇതൻ, ഇതൻ, കൈ, ഇനാണ്. وإذا أتى واحدة من هذه الأدوات قبل المضارع تنصب الفعل. ഇത് ഫിഅൽ മുളാരിന്റെ മുമ്പിൽ വന്നാൽ മുളാരിയ ഫിഅലിനെ നസ്ബ് ചെയ്യും. മിസ്ല മാ തജിദു ഫിൽ അംസിലത്തി അൽ-ഊല ലൻ യർകബ ഫതഹായിട്ട് നസ്ബ് ചെയ്തു. وتجزم الفعل المضارع, അതേപോലെ മുളാരിയ ഫിഅലിനെ ജസ്മ് ചെയ്യും. ഇദാ സബഖഹു അദാത്തുൻ മിൻ അദവാത്തിൽ ജാസിമ, ജസ്മിന്റെ അദാത്തുകൾ ഏതൊക്കെയാണ്? ലം, ലാ, അന്നാഹിയ, പിന്നെ ഇന്നുണ്ട്, പിന്നെ ലാമുൽ അംർ ഉണ്ട്, ലി ഉണ്ട്, ലം ഉണ്ട്, ലൻ നാഹിയ ഉണ്ട്. تجد أيضا مثال لهذا التغيير في الأمثلة الأولى هو لم يركب علي الباص എന്ന ഒരു ഉദാഹരണം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ലമ്മു വന്നപ്പോൾ മുളാരിയ ഫിഅൽ ജസ്മായി. എന്നാൽ യുർഫഉൽ ഫിഅൽ മുളാരി, മുളാരിയ ഫിഅൽ റഫ് ചെയ്യപ്പെടും ഇദാലം തസ്ബിഖുഹ ഇദാലം യസ്ബിഖുഹ എന്ന് പറഞ്ഞാൽ, ഇദാലം യസ്ബിഖുഹ വാഹിദ് മിൻ ഹദിഹിൽ അദവാത്തിൻ നാസിബ അവൽ ജാസിമ, ജസ്മ് ചെയ്യുന്നതോ നസ്ബ് ചെയ്യുന്നതോ ആയ അദവാത്തുകളിൽ ഒന്നും മുളാരിയ ഫിഅലിന് മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ അത് റഫ് ആയിരിക്കും. ഓക്കെ. ലാക്കിൻ ഇദാ നദർത ഇലൽ അംസിലത്തി തൈഫത്തി സാനിയ, എന്ന രണ്ടാമത്തെ സെഷനിലെ ഉദാഹരണങ്ങൾ കണ്ടോ? തജ്ദു കുല്ല മുളാരിൻ ഫിയ മുത്തസിലും ബിനൂനി തൗക്കീദ്, തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നിട്ടുണ്ട്. അവലുഹ ബിനൂനി സഖീല, ഒന്നാമത്തേത് സഖീലയാണ്. സാനി ബിനൂനിൽ ഖഫീഫ, ഖഫീഫ എന്ന് പറഞ്ഞാൽ ലയഫ് അലൻ, ലയഫ് അലാൻ, പിന്നെ ലയഫ് അലൻ, ലയഫ് അലുൻ, ഇങ്ങനെയൊക്കെ വരുള്ളൂ. പിന്നെ അതാണ് ഖഫീഫയുടെ. മറ്റേത് ലയഫ് അലന്ന, ലയഫ് അലാനി, ലയഫ് അലുന്ന, ലതഫ് അലന്ന, ലതഫ് അലാനി, ലയഫ് അലൻ, ലയഫ് അലന്ന. وإذا تأملت هذه الأفعال المضارعة تجد جميعها مفتوحة الأواخر. എല്ലാത്തിന്റെ അവസാനം ഫതഹാണ്. എല്ലാത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ നൂനിനെ പരിഗണിക്കരുത്, നൂനിന്റെ കൂട്ടം. ഫിഅലിന്റെ അവസാനത്തെ അക്ഷരം ഏതാ? ലാമാണ്. ലാമിൽ ഫഅല എന്നാണെങ്കിൽ ലാമാണ്, റക്കിബ എന്നാണെങ്കിൽ ബ ആണ്, സമിഅ എന്നാണെങ്കിൽ ഐനാണ്. അതാണ് നമ്മൾ അവസാനത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ പരിഗണിക്കേണ്ടത്. ഫിഅലിന് ഒരു മൂന്നക്ഷരം ഉണ്ടാവും. മൂന്നക്ഷരങ്ങളാണ് സാധാരണ സുലാസിയ ഫിഅലിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ നാലക്ഷരം ഉണ്ടാവും ചിലതിൽ. അത് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാ തഅമ്മൽത ഹദിഹിൽ അഫ്ആൽ മുളാരി തജിദ് ജമീഅഹ മഫ്തൂഹത്തുൽ അവാഖിർ. ഇവിടെ കറക്റ്റ് ആണ്, മഫ്തൂഹ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മർഫൂ മൻസൂബ് എന്നല്ല, മഫ്തൂഹത്തുൽ അവാഖിർ. ലോ അദ്ഖൽനാഹ ഫി തറാകിബിൻ ഉഖ്റ, വേറെ ചില തർക്കീബുകളിലേക്ക്, സ്ട്രക്ചറുകളിലേക്ക് അത് മാറ്റിയാലും ലബഖിയത അവാഖിറുഹ മഫ്തൂഹതൻ അയ്ലൻ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണം എന്താണ്? അർക്കബന്ന എന്നാണ്. അവിടെ അല്ല അർക്കബന്ന എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്മാക്കിയിട്ട് പറയാണ്. ലം അർക്കബന്ന എന്നാണ് പറയാം. ലം അർക്കബന്ന, ഞാൻ തീർച്ചയായിട്ടും കയറിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലൻ ആണെങ്കിലോ ലൻ അർക്ക ബന്ന, ഇങ്ങനെ തന്നെയാണ് വരിക, മാറ്റുന്നുണ്ട്. അപ്പോഴും ഫതഹായിട്ട് തന്നെയാണ് നിൽക്കുക. ഓക്കെ. അപ്പൊ അതാണ് തർക്കീബുകൾ മാറുന്നതിനനുസരിച്ച് മാറില്ല. വലുതാ യുഖാലു ഹാദാ മബ്നിയുൻ, അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? മബ്നിയുൻ അൽ ഫതഹി, ഫതഹിന്റെ മേൽ മബ്നിയാണെന്ന് പറയും. ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. മബ്നിയുൻ അല ഇദത്ത സലത ബിനൂനി തൗക്കീദ് സകീലതൻ ഔ ഖഫീഫതൻ. മുളാരിയ ഫിഅൽ മബ്നിയുൻ അലൽ ഫതഹ ആയിരിക്കും ഇദത്ത സലത ബിനൂനി തൗക്കീദ്, തൗക്കീദിന്റെ നൂനുമായി ചേരുമ്പോൾ ഔ ഖഫീഫ, സകീലതൻ ഔ ഖഫീഫ, രണ്ട് നൂനുണ്ട്, ഏതായാലും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. വഫിൽ അംസലത്തി തായിഫത്തി സാലിസ, എന്നാൽ മൂന്നാമത്തേതിൽ
തജിദ് കുല്ല മുലാരി മുൻഹ മുത്തസിലൻ ബിനൂനിൻ നിസ്വ. മറ്റൊന്ന് നിസ്വത്തിന്റെ നൂനാണ്. പിന്നെ അവർ സ്ത്രീകൾ, നിങ്ങൾ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ജമ്മു മുഹന്നസിന്റെ നൂനായിട്ട് വരുന്ന മുലാരിയിൽ ചേർന്ന് വരും. അത് വലുതാലിക്ക് തജിദ് ആഖിറ കുല്ലി മിൻഹ സാക്കിൻ. അതുകൊണ്ട് അതിന്റെ അവസാനം എന്താണ്? എല്ലാം സാക്കിനാണ്. എഫ് അലൻ എന്നല്ല, സോറി, എഫ് അൽന തഫ് അൽന, എഫ് അൽന തഫ് അൽന. അത് ലെമ്മ് വന്നാലും ലെന്ന് വന്നാലും ഇത് ഏത് വന്നാലും തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. വലോ അദ്ഖൽനാഹ ഫി തറാക്കിബിൻ ഉഖ്റ. മറ്റു തർക്കീബുകൾ എന്ന് പറഞ്ഞാൽ ലം യർക്കബ്ന, ലം യർക്കബ്ന, ലൻ യർക്കബ്ന. ലെന്ന് വന്നാലും ലെമ്മ് വന്നാലും ഒക്കെ സെയിം ആണ്. പോലെ ബക്കിയത്ത് അവാഖിറ സാക്കിന, അതിന്റെ അവസാനം എപ്പോഴും സുക്കൂനായിരിക്കും. വലുതാലിക്ക് യുക്കാലു മുബിനിയൻ നാളെ സുക്കൂൻ. അതിനെ നമ്മൾ എന്ത് പറയും? സുക്കൂന്റെ മേൽ മുബിനിയാണെന്ന് പറയും. ലെന്നൽ മുലാരി യുബിന, കാരണം മുലാരി ആഫിൽ യുബിന അല സുക്കൂൻ ഇതാക്കാന മുത്തസിലൻ ബിനൂനിൻ നിസ്വ. രണ്ട് പോയിന്റ് ആണ് പറഞ്ഞത്. മുലാരി ആഫിൽ മബിനിയാകും അല സുക്കൂൻ, ഈ സുക്കൂന്റെ മേൽ ഇതാക്കാന മുത്തസിലൻ ബിനൂനിൻ നിസ്വ, നിസ്വത്തിന്റെ നൂനി ചേർന്ന് വരുമ്പോൾ. യുറബ് ഫീ മാ അദ ദാലിക, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് മുറബായിരിക്കും. പിന്നെ അതേപോലെ ഒന്നാണ് യുബ്ന അലൽ ഫതഹി ഇദ ഇത്തസലത് ബി നൂനി തൗക്കീദി സഗീലതൻ. ഈ രണ്ട് പോയിന്റാണ് മുളാരിയെ കുറിച്ച് മബ്നിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. മറ്റേത് മുറബിന്റെ കാര്യം നമ്മൾ പിന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ജസ്മ് വരുമ്പോൾ ജസ്മിന്റെ അദാത്ത് വരുമ്പോൾ ജസ്മി ചെയ്യണം, നസ്മിന്റെ അദാത്ത് വരുമ്പോൾ നസ്ബി ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാക്കി. അപ്പൊ ഇതിലെ കായികയിൽ എന്താ പറയുന്നത്, ഇവിടെ ബോൾഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ യക്കൂനുൽ ഫേല് മുലാരിൻ, ഒരു ഫേല് മുലാരിയാവും ഇതാ ദല്ല അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ ഹാലിർ അവൽ മുസ്തഖ്ബൽ. മുലാരിയ ഫേൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പ്രസന്റ് ടൈമിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈമിന് ഒരു പ്രവൃത്തി സംഭവിച്ചതിന്റെ മേൽ അറിയിക്കുന്ന കലിമത്തുകൾക്ക് മുലാരിയ ഫേൽ എന്ന് പറയും. അൽ മുലാരി ഹർഫ് മിൻ ഹർഫിൽ മുലാറ, മുലാറത്തിന്റെ ഏതെങ്കിലും ഹർഫ് കൊണ്ട് തുടങ്ങണം എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. മിസൽ അൽ ഹംസ വന്നൂൻ വല്യ ഒത്ത. മുലാറത്തിന്റെ ഹർഫുകൾ എന്ന് പറയുമ്പോൾ തൈന എന്നുള്ളത് ചെറിയ ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ ഗ്രാമറിൽ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പറയാം. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. യുബിൻ അൽ ഫഅൽ മുലാരിയോ അലൽ ഫതഹ്, മുലാരിയ ഫഅൽ മബ്നിയാക്കപ്പെടും അലൽ ഫതഹി, ഫതഹിന്റെ മേൽ ഇദത്ത സ്ഥലത്ത് ബിഹി നൂൻ തൗക്കീദ്, തൗക്കീദിന്റെ നൂൻ അതിൽ ചേർന്ന് വരുമ്പോൾ. യുബിന അല സുക്കൂനി, സുക്കൂന്റെ മേൽ മബ്നിയാവും ഇദത്ത സ്ഥലത്ത് ബിഹി നൂൻ നിസ്വ, നിസ്വത്തിന്റെ നൂനി ചേർന്ന് വരുമ്പോൾ സുക്കൂന്റെ മേൽ മബ്നിയാവും. യോറബ് ഫിമാ അദ ദാലിക, ബാക്കിയുള്ളതിനൊക്കെ മുറബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മാലിയ ഫഅൽ എപ്പോഴൊക്കെയാണ്, അല്ല മാലിയ ഫഅലിന്റെ മബ്നിന്റെ ഹാലത്തുകൾ, ആ ഹാലാത്തുകൾ ഏതൊക്കെയാണ്? എപ്പോഴാണ് എപ്പോഴാണ് ഫതഹിന്റെ മേൽ, എപ്പോഴാണ് ദമ്മിന്റെ മേൽ, എപ്പോഴാണ് സുക്കൂന്റെ മേൽ? മുലാരിയിൽ ആകെ രണ്ടെണ്ണാണ്. നിസ്ബത്തിന്റെ നൂന് ചേരുമ്പോഴും തൗക്കീദിന്റെ നൂന് വരുമ്പോഴാണ് മുലാരിയുടെ കാര്യം അഭിനയിൽ വരികയുള്ളൂ. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നിസ്ബത്തിന്റെ നൂന് വരുമ്പോൾ സുക്കൂൻ ആയിരിക്കും, തൗക്കീദിന്റെ നൂന് വരുമ്പോൾ ഫതഹ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞത് ഇപ്പൊ ലുന്ന എന്ന് പറയാണ്, ഇല്ല ലയഫ് ലുന്ന എന്ന് പറയാറുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു പോയി. ലയഫ് അലുന്ന, അതേപോലെ തന്നെ ലതഫ് അലിന്ന എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലാമിൽ കസറും ലൊമ്മൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ അതെന്താ ഇവിടെ പരിഗണിക്കാച്ചാൽ അവിടെ നേരെ ചേർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അതിന്റെ ഇടയിൽ ഒരു വാവുണ്ട്, ഇവിടെ ഒരു യാ ഉണ്ടല്ല. തഫ് അലിന്ന എന്ന് പറയുമ്പോൾ തഫ് അലീനയാണ്. തഫ് അലീനയുടെ യാ ഉൽ മുഖാതബത്ത് അവിടെ ഉണ്ട്. അത് ആ നൂന് രണ്ട് സാക്കിനുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു അക്ഷരം കളയണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ കളഞ്ഞതാണ്. ശരിക്കും ബേസിക്കലി ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്, സാങ്കല്പികമായിട്ട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് അതുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ നൂന് ആ ലാമിന് കെസർ കൊടുത്തിട്ടുള്ളത്. യായിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനെ കെസറാക്കിയത്. എഫ്അലുന്ന എന്ന് പറയുമ്പോൾ എഫ്അലൂനയിലെ വാവുൽ ജമാഅത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൊമ്മ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് അത് മബ്നിയല്ല, മൂറബായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ഓക്കെ. ഇനി ഇതില് മബ്നിന്റെ ഹാലത്ത് പറയാൻ വേണ്ടിയിട്ട് അമ്രഫേലിൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? അമ്രഫേൽ എന്താണ് എന്നല്ല, മറിച്ച് അഹ്വാലു അഹ്വാലു ബിനാഇ അൽ ഫേലി, ഫേലിൽ അമ്ര. ഓക്കെ. ഓക്കെ. അമ്ര എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് 6 രൂപങ്ങളാണ് അമ്രിന് വരിക? അമ്ര
ഹാലർ മാത്രമാണ് ഈ ബിനായിൽ വരുന്നത്. മറ്റേത് ഗായിബ് ആകുന്ന സമയത്ത് അതിന്റെ മുലാരിയിലാണ് പരിഗണിക്കുന്നത്. ഇൽഅബ് ബിൽ ഖുറ, അതായത് ഇഫ് അൽ, നമ്മൾ അതും ഈ പറഞ്ഞ പോലെ അതിന്റെ 6 രൂപങ്ങളും നോക്കാം. ഇഫ് അൽ, ഇപ്പൊ നമുക്കറിയാം അതിന്റെ അവസാന സുക്കൂനാണ്. അപ്പൊ നമ്മൾ ഒരു മബ്നിയുൻ, അമ്രെല്ലാം മബ്നിയാണ് അല്ല സുക്കൂൻ. ഇഫ് അൽ, ഇഫ് അൽ എന്ന് പറയുമ്പോൾ സുക്കൂനാണ്. പിന്നെ വരുന്നത് ഇഫ് അല എന്നാണ്. അവിടെ ഇഫ് അല, അപ്പൊ അലിഫ് തസ്നിയ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് മബ്നിയുൻ അലൽ ഫത്തഹ്, കാരണം അവിടെ ഫത്തഹാണ് ഇഫ് അല എന്ന് പറയുന്നത്. പിന്നെ ഇഫ് അലു, 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 വാവ് വരുന്നുണ്ട്. അപ്പൊ വാവൽ ജമാഅത്താണ് ചേരുന്നത്. മബ്നിയുൻ അലൽ ളമ്മി, അലു. പിന്നെ ഇഫ് അലി, അവിടെ യാ, യാവുൽ മുഖാത്തബത്ത് ചേർന്നിട്ടുണ്ട്. അപ്പൊ മബ്നിയുൻ അലൽ കെസ്രി, ഇഫ് അലി. പിന്നെ ഇഫ് അല, അവിടെ അലൽ ഫത്തഹ്. പിന്നെ ഇഫ് അൽന, അവിടെ എന്താണ് അല സുക്കൂൻ. അപ്പൊ ഇഫ് അൽ എന്നുള്ള ഇവിടുത്തെ സുക്കൂന് ഇഫ് അൽനയും സുക്കൂന്, ഏഹ് ഒന്നും ചേർന്നിട്ടില്ലെങ്കിലും പിന്നെ നിസ്വത്തിന്റെ നൂന് ചേരുമ്പോൾ സുക്കൂനാണ്. പിന്നെ ഇഫ് അല എന്നുള്ളിടത്ത് ഫതഹാണ്, ഇഫ് അലു എന്നുള്ളിടത്ത് ലമ്മാണ്, ഇഫ് അലി എന്നുള്ളിടത്ത് കെസ്റ. അപ്പൊ മബനിയൊക്കെ ആകുമ്പോൾ അമ്രില് മബനീന്റെ അഹ്വാലുകൾ വളരെ ഡിഫറെന്റ് ആണ്. മാവിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മുതാരിയേക്കാൾ കൂടുതൽ പല രൂപത്തിൽ വരുന്ന ഒരു ഫീലാണ് അമ്ര ഫീല്. അപ്പൊ എപ്പോഴാണ് ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. എപ്പോഴാണ് സുക്കൂൻ ആവുക, എപ്പോഴാണ് ഫതഹിന്റെ മേലെ, എപ്പോഴാണ് ലമ്മിന്റെ മേലെ, എപ്പോഴാണ് കെസറിന്റെ മേലെ, എപ്പോഴാണ് പിന്നെ നൂന് എന്താ പറയാ ഇത് സുക്കൂന്റെ മേലെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലും തൗക്കീദിന്റെ നൂന് വരും. അപ്പൊ ഇഫ് അൽ എന്നുള്ളത് സുക്കൂന്റെ മേലിലാണ്, പക്ഷെ അത് തൗക്കീദിന്റെ നൂന് വരുമ്പോ ഇഫ് അലൻ ആ ലന്ന, അപ്പൊ ഫതഹിന്റെ മേലാവും. അപ്പൊ ഫതഹിന്റെ മേലെ വരുമ്പോൾ തൗക്കീദിന്റെ നൂന് വരുമ്പോഴും ഫതഹിന്റെ മേലാണ് എന്ന് അതും കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കുക. ഇഫ് അലന്ന. ഓക്കെ, നമുക്കിതില് ഉദാഹരണങ്ങൾ നോക്കാം, എന്നിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് നോക്കാം. تأمل الأمثلة التالية. العب الكرة، قل الحق، نظف بيتك كل أسبوع. ഇവിടുത്തെ അമർ ഫെയിലുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഉദാഹരണത്തിലെ ഫെയിലുകൾ മാത്രം ശ്രദ്ധിക്കുക. ഇൽ അബ്, അതേപോലെ തന്നെ കുൽ സുക്കൂനാണ്, നല്ലിഫ് ഇതെല്ലാം സുക്കൂനാണ്, നല്ലിഫ്. നിയ ബനാത്തു റത്തിബ്ന, ഇവിടെ റത്തിബ്ന ഇവിടെ സുക്കൂനാണ്. ഇസ്തമിഅന, ഇവിടെ ജമു അന്നസിന്റെ നൂനാണ്, നല്ലിഫ്ന. അപ്പൊ ഇവിടെയൊക്കെ നൂനാണ്. അപ്പൊ ഇവിടെ സാധാരണ ഒരു ലമീറും ചേർന്നിട്ടില്ലെങ്കിൽ സുക്കൂനാണ്. നിസ്വത്തിന്റെ നൂന് ചേർന്ന് വന്ന ഉദാഹരണങ്ങൾ കണ്ടു, അവിടെ സുക്കൂനാണ്. എന്നാണ് അടുത്തത് തക്തുബന്ന ദർശക്കല്ലോ, ഇല്ലാന്ന് കൂട്ടണം. വെറും തക്തുബന്ന എന്ന് എഴുതാൻ ഉണ്ടാവാറില്ല. സാധാരണ തുടക്കത്തില് ഒരു കസമിന്റെ ലാം എന്നുള്ള രൂപത്തിൽ കസമിന്റെ ജവാബിൽ വരുന്ന ഒരു ലാം എന്നാണ്. വല്ലാഹിൽ അക്തുബന്ന, തീർച്ചയായിട്ടും എന്തായാലും ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം വരിക. തക്തുബന്ന, ഇവിടെ ഫെയിലിന്റെ ബാഇന് ഫതഹാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇസ്തമിഅന്ന, അത് അമ്ര ഫീലാണ്. ഇസ്തമിഅന്ന, നദ്ദിഫന്ന, അവിടെയൊക്കെ അത് മുലാരി ആണെങ്കിലും അമ്രാണെങ്കിലും തൗക്കീദിന്റെ നൂന് വരുമ്പോ എന്തായിട്ട് വരും? ആ, നമ്മൾ മുലാരി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ തക്തുബന്ന എന്നല്ല, സോറി, ഇവിടെ എന്താണ് ഉക്തുബന്ന എന്നാണ്. ഇവിടെ തെറ്റിയതാണ്. തക്തുബന്ന എന്നല്ല, ഉക്തുബന്ന. ഉക്തുബന്ന ഇസ്തമിഅന്ന നദ്ദിഫന്ന, തൗക്കീദിന്റെ നൂന് വരുമ്പോ. മുലാരിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ പറയാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അതേപോലെ തന്നെ തക്തുബൻ എന്നല്ല ഉക്തുബൻ, ഈ താവ് മാറ്റിയിട്ട് അലിഫാക്കണം. ഉക്തുബൻ ദർസക്കല്ലോ, ഇസ്തമിഅൻ നല്ലിഫൻ, അതായത് ഹഫീഫ് ആയിട്ടുള്ള നൂൻ അവിടെ ചേർന്ന് വന്നതാണ്. അതാണ് അവിടെ ഒന്ന്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ തക്തുബന്ന തക്കീദിന്റെ പിന്നെ നൂനാണ്, തക്കീലയാണ്. രണ്ടാമത്തത് 4 തക്തുബൻ, അതും തക്കീദിന്റെ ഹഫീഫ് ആയിട്ടുള്ള നൂനാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ചും കൂടി അധികം ഉദാഹരണങ്ങൾ ഇവിടെ അമ്രിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാല് അത് നമ്മള് അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി അടുത്ത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് പഠിച്ചതിന് ശേഷമാണ് ശരിക്കും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ, മനസ്സിലാവും. പക്ഷെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ നഹവ് പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ലെവലിലൊക്കെ ഇതിൽ പറഞ്ഞു പോയ ഒരു വിഷയമാണ് എന്ത്, ഫീലിന്റെ മുഴത്തല്ലായിട്ടുള്ള ഫീലുകളുടെ അവസ്ഥ. ഇപ്പൊ മുഴത്തല്ല ഫീൽ, ഇപ്പൊ അൽഫ എന്ന് പറയുമ്പോൾ
അൽക്കി എന്നുള്ള ഫീൽ എന്താണ്? ല അൽക്ക എന്നാണ് അതിന്റെ മാലി. അൽക്ക അതിന്റെ അവസാനം ഒരു യാ ഉണ്ട്, അതിന്റെ അമ്രാണ് അൽഖൈ. എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒരു അലിഫ് അവിടെ കളഞ്ഞിട്ടുണ്ട്. അൽഖൈ, ഒരു അലിഫ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കളഞ്ഞിട്ടുണ്ട്. യാ അല്ല, സോറി, അലിഫ്. അത് കളഞ്ഞിട്ടുണ്ട്. ഉദു എന്ന് പറയുമ്പോൾ ദഅ യദുവാണ്. ദഅ അതിന്റെ അമ്രാണ് ഉദു. അവിടെ നമ്മൾ എന്താണ്, ഒരു അതിൽ ശരിക്കും വാവാണ് അവിടെ കളഞ്ഞിട്ടുള്ള അക്ഷരം എന്ന് പറയുന്നത് വാവാണ്. വാവിനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലഖിയ, ഇവിടെ യാ ആണ്. യാ ന്റെ അമ്ര, ഈ ലഖയുടെ അമ്രാണ് ഇൽക്ക. ലഖിയ യൽക്ക എന്നാണ് മുതാരി വരിക. ഇൽക്ക, ഇൽക്ക. ദഅ യദ്ഉ എന്നതിനാണ് ഇതാണ്. ഇപ്പൊ യൽക്ക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, അതിന്റെ ബേസിക്കലി അത് യാ ആണ്. അപ്പൊ ഹലിഫ് വന്നിട്ടുണ്ട്, അതും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതായത് അമ്ര എടുക്കുന്ന സമയത്ത് മുഴത്തല്ലാ ഫേലുകൾ അവസാനത്തിലെ ഇല്ലത്തിന്റെ അക്ഷരമുള്ള ഫേലുകളുടെ അമ്രില് അവസാനത്തെ ഇല്ലത്തിന്റെ അക്ഷരം കളയുമെന്നാണ് നിയമം. അതിനെ കളഞ്ഞുകൊണ്ടാണ് അമ്ര പറയാം. ഇപ്പൊ നമ്മള് ചില സമയത്ത് അത് യാ ആവാം, ചില സമയത്ത് അലിഫ് ആവാം, ചില സമയത്ത് വാവ് ആകാം. ഏതാണെങ്കിലും ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണാണ്: അലിഫ്, വാവ്, യാ. ഈ മൂന്നെണ്ണം അതിൽ ഏതെങ്കിലും ഒന്ന് വരും. അത് അമ്ര എടുക്കുന്ന സമയത്ത് അത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. പിന്നെ അമ്രിന്റെ അടുത്ത ഉദാഹരണം ഇഖ്റആ ദുറൂസഹുമാ ഇഫ്തഹാ മിസ്റഅയൽ നാഫിദ ഉക്തുബ എന്ന് പറയുന്നത് അമ്രിന്റെ മുസന്നയുടെ രൂപമാണ്. അലിഫ് തസ്നിയ ഇവിടെ ലമീർ അവിടെ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇഖ്റഉ, ഇത് ആദ്യം പറയേണ്ടതാണ്. ഈ അഞ്ചാമത്തെ ഉദാഹരണം ശരിക്കും ലാസ്റ്റ് കൊണ്ടുവരണം. ഇഖ്റഉ ആറാമത്തെ ഏഴാമത്തെ മുമ്പിലേക്ക് പോകേണ്ടതാണ്, എന്നാൽ ഓർഡർ കറക്റ്റ് ആവും. പിന്നെ ഇഖ്റഉ ഇഫ്തഹു ഉക്തുബു എന്നുള്ളിടത്ത് വാവുൽ ജമാഅത്ത് ചേർന്ന്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പിന്നെ ബോക്സിലെല്ലാം എഴുതിയതാണ്. പിന്നെ ഇഫ്തഹി കുലി എന്ന് പറയുന്നത് കുലി എന്ന് പറയില്ല, കൂലു, കൂലി എന്നാണ് പറയുക. കൂലി, കുലി എന്ന് പറഞ്ഞത് തെറ്റാണ്. കൂലി, കൂലി അൽ ഹഖ്, കൂലു എന്നാണ് പറയാം. കൂലി എന്നുള്ളത് കുൽ, അതിൽ മഹാത്തബിന്റെ ആ ചേരുമ്പോൾ കൂലി എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തായാലും എന്താണെങ്കിലും അവിടെ ഇതായിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു നൂൻ ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ പറഞ്ഞ ഫീൽഡ് നമ്മള് ഈ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി അതിലേക്ക് കൂട്ടുക. നമ്മൾ അഫ്ആലുൽ ഖംസ പഠിച്ചു. അഫ്ആലുൽ ഖംസ്. അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന്, അത് അഞ്ച് രൂപങ്ങളാണ്. ഒന്ന് എഫ്അലാനി എന്നുള്ള രൂപം, പിന്നെ എഫ്അലൂന എന്നുള്ള രൂപം, പിന്നെ തഫ്അലാനി എന്ന രൂപം, പിന്നെ തഫ്അലൂന എന്ന രൂപം, പിന്നെ തഫ്അലീന. ഈ അഞ്ച് രൂപങ്ങളാണ്. ഈ അഞ്ച് രൂപങ്ങളുടെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവയുടെ ഇറാബ് എന്ന് പറയുന്നത്, ഇപ്പോ റഫ് ആണെങ്കിൽ നൂനാണ് അതിന്റെ മുറബിന്റെ അടയാളം. നൂന് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? മർഫൂൻ ബിൽ ലൊമ്മത്തി എന്നല്ല പറയാം, ബിൻ നൂനി. മർഫൂൻ ബിൻ നൂനി. എന്നാൽ അതേ സമയത്ത് അതിന്റെ മൻസൂബ് എങ്ങനെയായിരിക്കും? നസ്ബ് ആണെങ്കിൽ, നസ്ബും ജസ്മും ആണെങ്കിൽ അൻ നസ്ബു വൽ ജസ്മു ബിഹൽഫിൻ നൂനി. ഇത് മുലാരിയുടെ കാര്യമുണ്ട് പറയണ്ട, മുലാരിയിലാണ്. അപ്പൊ പക്ഷെ എന്തിനാ ഇവിടെ അമ്രിന്റെ സമയത്ത് മുലാരി ചർച്ച ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ മുലാരിയുടെ അതേ സ്ട്രക്ചറിൽ നിന്നാണ് അമ്ര് ക്രിയേറ്റ് ചെയ്ത് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ആ പാർട്ടുകളൊക്കെ അതിലുണ്ടാവും. പക്ഷെ മുലാരി മൂറബാണ്, പക്ഷെ അമ്ര എന്താണ്? മബ്നിയാണ്. അതാണ് ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ലൈ എഫ് എ ലാ എന്ന് പറയുള്ളൂ, ഫലാനി എന്ന് പറയില്ല. അനൂൻ എന്തായി അവിടെ കളഞ്ഞു. ലെന്ന് വരുമ്പോ, ലെമ്മ് വരുമ്പോ അതേപോലെ ഇപ്പൊ എഫ് അലു എന്നാണ് പറയുന്നത്. എഫ് അലു, ഇവിടെ വാവ് കളഞ്ഞിട്ടുണ്ട്. ലം തഫ് അലി, സോറി വാവല്ല, അവിടെ നൂന്.
തഫ്അലി എന്ന് പറയുമ്പോഴും നൂന് കളഞ്ഞിട്ടുണ്ട്. തഫ്അലീന എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പൊ ഇവിടേക്ക് എന്തിനാ കളഞ്ഞത്? ഈ കളയലാണ്, ആ ഹദിഫാണ് അവിടുത്തെ ഇറാബിന്റെ അടയാളം. ഇറാബിന് നമ്മൾ ആലാമത്തുണ്ട്, ആലാമത്ത് അസ്ലിയ ഫ്രയ്യ, ഫ്രയ്യ ആയിട്ടുള്ള ആലാമത്തിൽപ്പെട്ടതാണ് നൂനിനെ കളയ എന്നത്. അതാണ് അഫ്ആൽ ഹംസയുടെ. അപ്പൊ അതിൽ നിന്ന് വരുന്ന, ആ രൂപത്തിൽ നിന്ന് വരുന്ന അമ്രുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ബിനാവ് പറയുമ്പോഴും, അതായത് അമ്രിൽ മബ്നിയാണല്ലോ, അപ്പൊ മബ്നി പറയുമ്പോഴും ആ രൂപത്തിലാണ് പറയാം. അപ്പൊ നമ്മളിവിടെ പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആഹ് ഇവിടെ പറയുമ്പോൾ എങ്ങനെ പറയണ്ടേ? ഇപ്പൊ യഖ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? യഖ്റ, നമുക്ക് അതിന്റെ ശരിയായ രൂപം എടുക്കുക. അല എന്ന് പറയുമ്പോൾ മബ്നിയുൻ അലൽ ഫതഹി എന്നല്ല പറയാം, മബ്നിയുൻ അലൽ ഹദ്ഫി അന്നൂൻ എന്ന് പറയാം, അല. അപ്പൊ ഇഫ്അലു പറയുമ്പോഴോ അവിടെ നൂന് കളഞ്ഞിട്ട് ഇഫ്അലു മബ്നിയുൻ അല ഹദ്ഫി അന്നൂൻ. ഓക്കെ. പിന്നെ ഇഫ്അലി എന്ന് പറയുമ്പോൾ മബ്നിയുൻ അല ഹദ്ഫി അന്നൂൻ. നമ്മൾ സാധാരണ മുമ്പ് പറഞ്ഞത് അവിടെ പിന്നെ അവസാനത്തെ അക്ഷരം ഫത്തഹ കസ്ര ലമ്മൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ അക്ഷരം അതിനെ ബേസ് ചെയ്തിട്ടുള്ളവരാ. ഇത് അഫാൽ ഹംസ ആയതുകൊണ്ട്, അതായത് മുലാരിയ ഫീലുകളിൽ ചില പ്രത്യേകമായിട്ടുള്ള ആ ഒരു 5 രൂപങ്ങളിൽ വരുന്ന, അതിൽ നിന്ന് വരുന്ന അമ്രുകളാണിത്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഹദഫിൻ നൂനാണ്. അത് മൊറബാകുമ്പോഴും ഹദഫിൻ നൂനാണ്, മബ്നി ആകുമ്പോഴും ഹദഫിൻ നൂനാണ് അവയുടെ അടയാളം. അമ്രാവുമ്പോൾ പിന്നെ മബ്നിയാണല്ലോ, അപ്പൊ പിന്നെ ഹദഫിൻ നൂനിന്റെ മേൽ മബ്നിയാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നോക്കാം. درسنا في الصفوف الابتدائية أن أفعال الأمر كلها مبنية. എല്ലാ ഫെയിലും അമറും മബ്നിയാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ولكن نريد أن نزيد هنا أشياء أخرى. ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പറയാൻ പോവാണ്. مثلا إذا تأملت الأمثلة الطائفة الأولى, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ ഉദാഹരണം നിങ്ങൾ ഒന്നാമത്തെ സെഷനിൽ നോക്കുകയാണെങ്കിൽ തജിദ് കുല്ല ഫഇലി മിൻഹ സഹീഹുൽ ആഖിർ, അവസാനത്തെ ആ ഫെയിലിന്റെ എല്ലാ അവസാനം സഹീഹുൽ ആഖിർ. എന്താ സഹീഹുൽ ആഖിർ എന്ന് പറയുക? മുഅ്തല്ലായിട്ടുള്ള അക്ഷരങ്ങളൊന്നും അല്ല, സഹീഹാണ്. വലം യത്തസിൽ ബിഹി ഷൈഉൻ, അതിനോടൊന്നും ചേർന്നിട്ടില്ല എന്ന് പറയുന്ന ലമീറുകളോ മറ്റൊന്നും ചേർന്നിട്ടില്ല. വഫിൽ അംസല തായിഫ സാനിയ എന്ന രണ്ടാമത്തെ സെഷനിൽ തജിദുഹ മുത്തസില ബിനൂനി നിസ്വ, ബാക്കിയുള്ള രണ്ടാമത്തെ നിസ്വത്തിന്റെ നൂന് ചേർന്നിട്ടുണ്ട്. അൽന എന്ന് പറയുമ്പോൾ വൈദ തഅമ്മൽത ഇഫ് അൽന, സോറി അൽന അമ്രാണല്ലോ. وإذا تأملت أواخر هذه الأفعال في هاتين الطائفتين وجدتها ساكنة. ഈ നൂനിൻ നിസ്വ ചേരുന്നിടത്തും ഒന്നും ചേരാതെ സഹീഹായി നിൽക്കുമ്പോഴും അവയുടെ അവസാനക്ക് എന്താണ്? സുക്കൂനാണ്. ومن ذلك نقدر أن تقدر أن تقول, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അൽ ഫഇൽ അമ്ര ഫഇല് യുബ്ന അല സുക്കൂൻ, സുക്കൂനിന്റെ മേൽ മബ്നിയാക്കപ്പെടും. അമ്ര ഫഇല് യുബ്ന അല സുക്കൂൻ, ഇതിൽ പഠിക്കേണ്ട പോയിന്റാണ്. الفعل الأمر يبنى على السكون إذا كان صحيح الآخر ولم يتصل به شيء أو اتصلت به نون النسوة. അതായത് അമ്ര ഫേല് പിന്നെ മബ്നിയാക്കപ്പെടും അല സുക്കൂൻ, സുക്കൂനിന്റെ മേൽ ഇദാ കാന സഹീഹൽ ആഖിർ, അവസാനം സഹീഹാണെങ്കിൽ, സഹീഹുൽ ആഖിർ ആണെങ്കിൽ. ഇത് സഹീഹുൽ ആഖിർ എന്ന് പറഞ്ഞാല് അവസാനം പിന്നെ എല്ലത്തിന്റെ അക്ഷരം ഇല്ലാത്തത്. വലം യത്തസിൽ ബിഹി ഷൈഉൻ ആഖിർ, അതോടൊപ്പം അതിന്റെ കൂടെ ഒരു ലമീറും ചേർന്നിട്ടുമില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇത് രണ്ടും കൂടി ഒറ്റക്ക് ഒന്നിച്ച് വരണ്ടോ? ഇതൊക്കെയാണ് സഹീഹുൽ ആഖിർ വലം യത്തസിൽ ബിഹി ഷൈഉൻ ആഖിർ. മറ്റൊന്നും ചേരാത്ത വിധം സഹീഹുൽ ആഖിറായി വരുമ്പോൾ മബ്നിയുൻ അല സുക്കൂനാണ്. അല്ലെങ്കിലോ അവ ഇത്തസ്ലത ബിഹി നൂനുൻ നിസ്വ, അല്ലെങ്കിൽ നിസ്വത്തിന്റെ നൂന് ചേർന്ന് വരുമ്പോൾ മബ്നിയുൻ അല സുക്കൂനാണ്. ഓക്കെ. ഓക്കെ. അവഫിൽ അംസല തായിഫ സാലിസ്, ഇനി മൂന്നാമത്തെ സെഷനിലെ ഉദാഹരണങ്ങൾ നോക്കുകയാണ്. റാബിയ, മൂന്നും നാലും. تجد في أواخر الأفعال الأمر كلها نون تدل على تقوية الفعل وتوكيده. ഫീലിനെ തൗക്കീദ് ചെയ്യുന്ന ഹർഫുകൾ ചേർന്ന് വന്നിട്ടുണ്ട്. هذه إما ثقيلة أو إما خفيفة, ഒന്നെങ്കിൽ സക്കീല ആയിരിക്കും അല്ലെങ്കിൽ ഖഫീഫ ആയിരിക്കും. മിസ്ലു ലതക്തുബന്ന, സോറി ഇവിടെ വീണ്ടും മുലാരിയ കൊടുത്തിട്ടുള്ളത് ഉക്തുബന്ന. ഫി ആഖിരി നൂൻ തൗക്കീദ് സക്കീല, ഫി ആഖിരി ഉക്തുബൻ, ഉക്തുബൻ രണ്ടിടത്തും തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഉക്തുബൻ ഉക്തുബന്ന എന്നും പറയാം. ഉക്തുബന്ന, ഉക്തുബൻ. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. وتجد مثل هذه في الأمثلة الباقية في هاتين الطائفتين.
അതിലുള്ള മറ്റു ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഫി അവാഖിറിൽ അഫ്ആലിൽ അംർ, ഇവിടത്തെ ഈ അംർ ഫീലിലേക്ക് അവസാനം കാണാൻ പറ്റും ഫി ഹാദിൽ അംസില മഫ്തൂഹത്തൻ ബി ഹാദ സബബ്, തഅക്കീദിന്റെ നൂന് ചേർന്നുകൊണ്ട് തന്നെ അതൊക്കെ മബ്നിയുൻ അലൽ ഫത്ഹാണ്. വലിദാലിക യുംകിൻ അൻ തഖൂൽ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? അന്ന ഫിഅലൽ അംരി യുബ്ന അലൽ ഫത്ഹി ഇദ ഇത്തസലത ബിഹി നൂൻ തൗക്കീദ് സകീലതൻ ഔ ഖഫീഫതൻ. മബ്നിയാക്കപ്പെടും എപ്പോ? ഇദ ഇത്തസലത ബിഹി നൂൻ തൗക്കീദ് ഓക്കെ. വഫി അൽ അംസില അത്തായിഫ് അൽ ഖാമിസ, ഇനി അഞ്ചാമത്തെ സെഷനിലാണെങ്കിൽ ഹുനാക ഫഅൽ അംർ, അംർ ഫീൽ തന്നെയാണ്. ഹിയ അൽഖി, ഉദ്ഉ, ഇൽഖ തുടങ്ങിയിട്ടുള്ള ഫീലുകൾ. വജദന ആഖിറ കുല്ലി മിൻഹ ഹർഫ ഇല്ലത്തിൻ മഹ്ദൂഫൻ, അവിടെയൊക്കെ നമ്മൾ അവസാനം ഒരു ഇല്ലത്തിന്റെ അക്ഷരം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അൽഖ എന്നുള്ളിടത്ത് ഒരു അലിഫ് ഉണ്ടാവും, ഉദ്ഉ എന്നുള്ളിടത്ത് വാവ് ഉണ്ട്, ഇൽഖ എന്നുള്ളിടത്ത് ഒരു യാ ഉണ്ട് എന്നൊക്കെ. وإلى هذا الحرف في الماضي مثل ألقى، دعا، لقي എന്നൊക്കെയാണ്. അൽഖ, ദഅ, ലഖിയ. كذلك في المضارع, അവയുടെ മുലാരി വരുമ്പോൾ എങ്ങനെയായിരിക്കും? അൽക്കയുടെ മുലാരി യുൽഖി, അവിടെ യാ ആണ്. യദ്ഉ എന്ന് പറയുമ്പോൾ അവസാനം വാവാണ്. യൽഖ എന്ന് പറയുമ്പോൾ അവിടെ അലിഫാണ്. അപ്പൊ മാലിയിലും മുലാരിയിലും വ്യത്യാസം ഉണ്ടാവും. കാരണം ചില സന്ദർഭങ്ങളിൽ അലിഫ് അലിഫ് എന്ന് പറയുന്നത് ഒരിക്കലും അലിഫ് ആവില്ല, ഒന്നെങ്കിൽ വാവോ അല്ലെങ്കിൽ യാവോ ആയിരിക്കും. അലിഫും യാവും അറിഞ്ഞിട്ടാണത്. അത് നമ്മൾ ഓൾറെഡി പിന്നെ അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ സന്ദർഭത്തിലാണ് അത് അയിലാലും ഇബ്ദാലൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നഹ്വുൽ അതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലാക്കിൻ ഫി ഫഇലിൽ അംർ ഹുദിഫത്ത് ഹർഫ് ഹാദിഹിൽ ഹുറൂഫ്, പക്ഷേ ഈ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അലിഫായിട്ടോ വാവായിട്ടും യാ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഈ ഫെയിലിന്റെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങളെ അമ്രിൽ കാണുന്നില്ല. സബബഹു, എന്താ അതിന് കാരണം? ബിനാഉ ഫിഅലിൽ അംറിൽ മുഅ്തലിൽ ആഖിർ. അപ്പോ മുഅ്തലിൽ ആഖിർ ആയിട്ടുള്ള ഫെയിൽ അമ്ര ഫെയിലിന്റെ ബിന ആണ് അതിന് കാരണം. മബ്നി ആയതുകൊണ്ടാണ് അർത്ഥം. അപ്പൊ അതെങ്ങനെയാണ് ബിന ചെയ്യാ? യുബ്ന അൽ ഫിഅലിൽ അംർ ബിഹദ്ഫി ഹർഫിൽ ഇല്ലത്തി ഇദാ കാന മുഅ്തലിൽ ആഖിർ. ഇവിടെ പഠിക്കേണ്ടതാണ്. മുഅ്തലിൽ ആഖിർ ആണെങ്കിൽ അവസാനത്തെ ഇല്ലത്തിന്റെ അക്ഷരം കളയലാണ് അതിന്റെ ബിനാഇന്റെ അടയാളം. ഇനി വഫിൽ അംസല തായിഫത്തുൽ ബാക്കിയ, ബാക്കിയുള്ള ഉദാഹരണങ്ങൾ അന്നഹ ഇത്തസലത് മറത്തും ബിൽ അലിഫിൽ ഇസ്നൈൻ, ഒന്ന് അലിഫിൽ ഇസ്നൈനി ഇഫ്അല, ഇഫ്അല, ഉമറത്തും ബിവാവിൽ ജമാ ഇഫ്അലു, ഉമറത്തും ബിയാഇൽ മുഖാതബ ഇഫ്അലി. ഈ മൂന്ന് രൂപങ്ങൾ. ഇദാ നദർത ഇലാ നൂനി ഫി കുല്ലി മുളാരിഇൻ മിൻഹാ മിസ്ല യഖ്റആനി, യഫ്തഹാനി, യശ്റബാനി. മുളാരി നോക്കുമ്പോൾ അങ്ങനെയാണ് വരിക. തുഹ്ദഫു ഹാദിഹിൻ നൂൻ, ഈ നൂന് കളയപ്പെടും. ഫി അഫ്ആലിൽ അംർ അൽ മുത്തസില ബിൽ അലിഫിൽ ഇസ്നൈനി വവാവിൽ ജമാ വയാഇൽ മുഖാതബ. യാഇൽ മുഖാതബയും വാവുൽ ജമാഅയും അലിഫിൽ ഇസ്നൈനൊക്കെ ആണെങ്കിൽ അതിന്റെ നൂന് കളയപ്പെടും. വലിദാലിക, അപ്പൊ യുബ്ന ഫിഅലുൽ അംരി ഫി ഹാദിഹിൽ അഹ്വാലി അസ്സലാസ, ഈ മൂന്ന് അവസ്ഥകളിൽ മുളാരിയ ഫിഅൽ എങ്ങനെയാണ് മബ്നിയാക്കപ്പെടുക? ബിഹദ്ഫിൻ നൂനി, നൂനെ കളയൽ കൊണ്ടാണ്. തുഹ്ദഫു. ഓക്കെ, ഈ മൂന്ന് അവസരങ്ങളിൽ ഏതൊക്കെയാണ്? അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅയും യാഉൽ മുഖാതബിനും ചേർന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നുകൂടി നമുക്ക് പറയാം. യുസ്തഖ്ദമു ഫിഅലുൽ അംർ, അംർ ഫിഅൽ ഉപയോഗിക്കപ്പെടും ലിയുത്ലബ ബിഹി ഹുസൂൽ ഷൈഇൻ ഫി സമനിൽ മുസ്തഖ്ബൽ, മുസ്തഖ്ബലായ ഒരു സമയത്ത് ഒരു കാര്യം, ഒരു പ്രവൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അംർ നമ്മൾ ഉപയോഗിക്കുക. നീ ചെയ്യ് എന്ന് പറയുമ്പോൾ അതിന്റെ ടൈം എപ്പോഴാണ്? എപ്പോഴും ഫെയിലിനൊരു ടൈം ബൗണ്ട് ആയിരിക്കും. ടൈം ഫ്യൂച്ചറാണ്. യുബ്ന ഫിഅലുൽ അംറി, ഇനി മബ്നിന്റെ ഹാല് പറയാണ്. യുബ്ന ഫിഅലുൽ അംറി അല സുകൂൻ, സുകൂന്റെ മേൽ മബ്നിയാക്കപ്പെടും. ഇദാ കാന സഹീഹൽ ആഖിർ വലം യത്തസിൽ ബിഹി ഷൈഉൻ, ആ അംർ ഫിഅലിൽ സഹി അവസാനം ഇല്ലത്തിന്റെ അക്ഷരമല്ലാതെ സഹീഹാണ്, അതോടൊപ്പം അതിന്റെ കൂടെ ഒന്നും ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ലമീറുകളായിട്ടുള്ള അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാഉൽ മുഖാതബ് ഒന്നും ചേർന്നിട്ടില്ല, നൂനുൻ നിസ്വയും ചേർന്നിട്ടില്ല. വകദാലിക ഇദാ ഇത്തസല ബി നൂനുൻ നിസ്ബ, അതുപോലെ തന്നെയാണ് നൂനുൻ നിസ്ബ ചേർന്ന് വന്നാൽ. അപ്പൊ നൂനുൻ നിസ്ബ ചേർന്ന് വരുമ്പോൾ സഹീഹുൽ ആഖിർ ആവണമെന്നൊന്നുമില്ലല്ലോ. വയുബ്ന അല അൽ ഫതഹി, ഫതഹിന്റെ മേൽ മബ്നിയാക്കപ്പെടും. ഇദാ ഇത്തസലത് ബി നൂൻ തൗക്കീദ്, തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നാൽ സകീലത്തന്നെ ഖഫീഫ, ഖഫീഫാവട്ടെ സകീലാവട്ടെ ഫതഹായിരിക്കും. വയുബ്ന അല ഹദ്ഫ് ഹർഫിൽ ഇല്ല, ഇല്ലത്തിന്റെ ഹർഫ് കളയലാണ് മബ്നിന്റെ ഹാല്. ഇദാ കാന മുഅ്തലിൽ ആഖിർ ആണെങ്കിൽ. വയുബ്ന അല ഹദ്ഫിൻ നൂൻ, ഹദ്ഫിൻ നൂനാണ്, അതായത് നൂന് കളയലാണ് അതിന്റെ അടയാളം. എന്ത്? ബിനാഇന്റെ അടയാളം. അത് തന്നെയാണ് മൂറബിന്റെ അടയാളം കേട്ടോ. മൂറബാണെങ്കിൽ അമ്രിലല്ല, മുലാരിയിലെ മൂറബിന്റെ അടയാളം എന്താ? ഹദ്ഫുൻ നൂനാണ്. അതേ സാധനം ഇങ്ങോട്ട് മബ്നിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇദാ ഇത്തസലത് ബിഹി അലിഫുൽ ഇസ്നൈനി,
തസ്നിയയുടെ അലിഫ്, വാവുൽ ജമാ ജമ്മിന്റെ വാവ്, അതുപോലെ നൂനിന് സോറി യാവുൽ മുഖാത്തബത്ത് അൻതി എന്ന് പറയില്ലേ, അതാണ് അൻതി തഫ്അലീന. ആ യാവുൽ മുഖാത്തബത്ത് വരുമ്പോഴൊക്കെ അത് കളയലാണ്, നൂനിനെ കളയലാണ് അവിടുത്തെ ബിനാഇന്റെ അടയാളം. അപ്പൊ ഓരോ അമ്രില് കുറെ അധികം അടയാളങ്ങൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. മുതാരിയിൽ കുറച്ചേ പഠിക്കാനുള്ളൂ, രണ്ടെണ്ണം പഠിക്കാനുള്ളൂ. മാദിയിലും കുറച്ച് രണ്ട് മൂന്നെണ്ണം പഠിക്കും. അപ്പൊ അമ്രിലാണ് ഏറ്റവും കൂടുതൽ ബിനാഇന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ: അഹ്വാലു ബിനാഉ ഫിഅലുൽ മാളി, അഹ്വാലു ബിനാഉ ഫിഅലുൽ മുദാരി, അഹ്വാലു ബിനാഉ ഫിഅലുൽ അംർ. ഈ മൂന്ന് പോയിന്റാണ് നമ്മളിവിടെ പഠിച്ചത്. ആ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വായിക്കാനും നമ്മുടെ പഠനങ്ങളിലും വായനയിലും അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടത് നമ്മുടെ ഓരോ വായിക്കുന്ന സമയത്തും ഇത് അമ്രാണെങ്കിൽ എന്തുകൊണ്ട് അത് മബിനിയായി, അല്ലെങ്കിൽ മുലാരിയാണോ, മുലാരിയ മുറബാണോ, മബിനിയാണോ, മാലിയാണെങ്കിൽ അത് അതിന്റെ ബിനാന്റെ ഹാൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ശുക്രല്ലാക്കും. അസ്സലാമു അലൈക്കും.